ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സത്യം പറയാലോ നൻപ, നമ്മൾ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോ എന്തെന്ന് പറയും, ഒരു ക്രേസി ട്രാൻസ്ഫർ വിൻഡോ അല്ലേ. കാരണം ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇന്ന് പറയുന്നത് നാളെ മാറ്റി പറയേണ്ടി വരും. കാരണം അമ്മാതിരിയാണ് ഹൈജാക്കുകളും ട്രാൻസ്ഫറുകൾ ഓരോ നിമിഷവും മാറി മറിയുന്നുണ്ട്. അപ്പം ഇന്നലെ നമ്മൾ കുറേ പേരുകൾ കേട്ടു, കുറേ ബിഗ് നെയിംസ് ബിഗ് ക്ലബ്ബുകളുമായിട്ട് ലിങ്ക് ആയിട്ട് കേട്ടു. ആദ്യമേ തന്നെ സിറ്റിയിൽ നിന്ന് തന്നെ തുടങ്ങാം. കാരണം ഒരു ഇടവേളയ്ക്ക് ശേഷം സിറ്റിയുടെ പേര് വീണ്ടും ട്രാൻസ്ഫർ മാർക്കറ്റിൽ കേൾക്കുന്നുണ്ട്. കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സിറ്റിയുടെ പേരൊന്നും കേട്ടിട്ടില്ല. ലിവർപൂളും യുണൈറ്റഡുമായിരുന്നു ഹോട്ട് ടോപ്പിക്. ഇന്നലെ മുതൽ സിറ്റിയുടെ പേരും കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം റോഡ്രിഗോ തന്നെയാണ്. സിറ്റിയുടെ ട്രാൻസ്ഫർ കഥയിലേക്ക് വരാൻ മുമ്പ് നമുക്ക് ആദ്യം ഈ ഔട്ട് ഗോയിങ്ങൾ പറയാം. ഔട്ട് ഗോയിങ്ങൾ, സിറ്റിയിൽ നിന്ന് പുറത്തു പോകുന്ന കുറെ താരങ്ങളുണ്ടല്ലോ. ഇന്നലെ തന്നെ എവർട്ടനുമായിട്ട് ജാക്ക് ഗ്രീലിഷ് ആ ഒരു ഡീലൊക്കെ സൈൻ ചെയ്തിട്ടുണ്ട്. 1 വർഷത്തെ ലോൺ ഡീലാണ്. ഇതേപോലെ തന്നെ ബൈബാക്ക് ക്ലോസും ഉണ്ട്. 50 മില്യൺ യൂറോസിന്റെ ഒരു ബൈബാക്ക് ക്ലോസും ഉണ്ട്. പക്ഷെ അത് ഫിക്സഡ് അല്ല. ഒരുപാട് പ്രതീക്ഷയോടെ കൊണ്ടുവന്ന ഒരു താരമായിരുന്നു ജാക്ക് ഗ്രീലിഷ്. പക്ഷെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ അദ്ദേഹത്തിനെ കൊണ്ട് സിറ്റിയിൽ സാധിച്ചില്ല. ഇപ്പൊ നോക്കുകയാണെങ്കിൽ അവസരങ്ങളും സിറ്റിയിൽ വളരെയധികം കുറവായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എവർട്ടണിൽ പോയി പഴയൊരു ഫോം വീണ്ടെടുക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എവർട്ടന് വേണ്ടി അദ്ദേഹം സൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ മറ്റൊരു താരം ജെയിംസ് മെക്കാറ്റി ഇതേപോലെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റുമായി സൈൻ ചെയ്യേണ്ട അവസാന ലാപ്പിലാണെന്ന് വേണം പറയാൻ. 30 മില്യൺ എറൗണ്ട് വരുന്ന ഒരു പാക്കേജിനാണ് സിറ്റി അംഗീകാരം നൽകിയിട്ടുള്ളത്. ഇപ്പൊ 23 മില്യൺ ഗ്യാരണ്ടിയും ബാക്കി ആഡോൺസ് ഉൾപ്പെടെയാണ് ആ ഒരു ഡീല് വരുന്നത്. അപ്പോൾ വരും മണിക്കൂറിൽ നമുക്ക് ആ ഒരു ഡീലിന്റെ കാര്യം എന്താണെന്ന് അറിയാൻ സാധിക്കും. അതും ഡൺ ഡീലാണ്. ഇനി മറ്റൊരു പേരാണ് സാവിന്യോ കഴിഞ്ഞ വർഷം സമ്മറിൽ ജിറോണയിൽ നിന്നാണ് സാവിന്യോ സൈൻ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ താരത്തിന് അദ്ദേഹം ഉദ്ദേശിക്കുന്ന പ്ലേയിങ് ടൈം ഇപ്പൊ സിറ്റിയിൽ ലഭിക്കുന്നില്ല. കാരണം അടുത്ത വർഷം ലോകകപ്പൊക്കെ വരാൻ ഇരിക്കുകയാണ്. അപ്പം നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചാൽ മാത്രമേ ലോകകപ്പിന്റെ സ്കോഡിലേക്ക് ഉൾപ്പെടാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ സിറ്റിയിൽ അദ്ദേഹത്തിന് ഇപ്പം ടൈമൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് സിറ്റി വിടാൻ അദ്ദേഹം തീരുമാനമെടുത്തത്. അത് സിറ്റി അംഗീകരിച്ചു. നിലവിൽ സ്പേഴ്സ് ആണ് അദ്ദേഹത്തിന് വേണ്ടി രംഗത്തുള്ളത്. ഫസ്റ്റ് ഒരു ഓഫർ നൽകി, 50 മില്യൺസിന്റെ ഒരു ഓഫർ നൽകി. പക്ഷെ അത് സിറ്റി റിജക്ട് ചെയ്തു. സിറ്റി ഉദ്ദേശിക്കുന്ന വെച്ചാൽ ഒരു 70 മില്യൺസിന്റെ പാക്കേജാണ് സിറ്റി ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നിലവിൽ സ്പേഴ്സ് മാത്രമേ രംഗത്തുള്ളൂ. സ്പേഴ്സ് നല്ലൊരു ചർച്ചയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം സ്പേഴ്സ് നല്ലൊരു ക്വാളിറ്റിയുള്ള സ്ക്വാഡ് വേണം അടുത്ത സീസണിന് വേണ്ടി. ചാമ്പ്യൻസ് ലീഗിലൊക്കെ ഉള്ള സ്ഥിതിക്ക് നിലവിൽ നോക്കുകയാണെങ്കിൽ മാഡിസിനൊക്കെ പരിക്കിന്റെ പിടിയിലാണ്. സോൺ ഇതേപോലെ ക്ലബ്ബ് വിട്ട് പോയി. അപ്പൊ ആ ഒരു സ്ഥലത്ത് എന്തായാലും നല്ലൊരു സ്ക്വാഡിനെ ബിൽഡ് ചെയ്തെടുക്കേണ്ട കടമ തോമസ് ഫ്രാങ്കിനുണ്ട്. അതിന് വേണ്ടി തന്നെയാണ് സാവിന്യൊക്കെ സ്പേഴ്സിന് സൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എന്തായാലും ആ ഒരു ഡീലും ഡൺ ഡീലാണ്. വരുന്ന മണിക്കൂറുകളിൽ ആ ഒരു ഡീലും നമുക്ക് അറിയാൻ സാധിക്കും. 65 ബില്യൺസിന്റെ ആ ഒരു പാക്കേജ് ആയിരിക്കും ആ ഡീലിന് വേണ്ടി സ്പേഴ്സ് മുടക്കാൻ സാധ്യത. ഇനി ഡൊണറൂമയാണല്ലോ മറ്റൊരു പേര്, ഒരു ഹോട്ട് ടോപ്പിക്. കാരണം ഡൊണറൂമ PSG-യുമായിട്ട് ആ ഒരു കരാർ പുതുക്കുന്നില്ല. അതേപോലെ തന്നെ നാളെ നടക്കാനുള്ള ആ ഒരു സൂപ്പർ കപ്പിന്റെ സ്ക്വാഡിൽ ഡൊണറൂമയുടെ പേരിൽ. അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് PSG വിടാൻ തന്നെയാണ് അദ്ദേഹം തീരുമാനമെടുത്തിട്ടുള്ളത്. കാരണം ഫസ്റ്റ് കീപ്പർ ചോയ്സ് ആയിട്ട് ഇപ്പൊ PSG ഷെവലിനെ സൈൻ ചെയ്തിട്ടുണ്ട് ലില്ലിയിൽ നിന്ന്. അതുകൊണ്ട് തന്നെ ഡൊണറൂമ സെക്കൻഡ് ചോയ്സ് ആയിരിക്കുമെന്ന് PSG അറിയിച്ച സ്ഥിതിക്ക് തന്നെയാണ് ആ ഒരു കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാനൊക്കെ പുള്ളിക്കാരൻ മടിച്ചത്. അതുകൊണ്ട് തന്നെയാണ് PSG വിടാൻ തീരുമാനം എടുത്തിട്ടുള്ളത്. നിലവിൽ മിറർ ഫുട്ബോൾ പറയുന്നതനുസരിച്ച് 26 മില്യനാണ് ഡൊണറൂമയ്ക്ക് വേണ്ടി PSG ചോദിക്കുന്നത്. അപ്പം ബയൺ മൂണിക്കും അതുപോലെ തന്നെ AC മിലാനൊക്കെ രംഗത്തുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് പ്രീമിയർ ലീഗിലേക്ക് വരാനാണ് താല്പര്യം. നിലവിൽ സിറ്റി ഇതേപോലെ ഡൊണറൂമയെ സൈൻ ചെയ്യാൻ വേണ്ടി ഒരു താല്പര്യം പ്രകടിപ്പിച്ചതായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ സ്ട്രോങ് ആയിട്ടില്ല, ഒഫീഷ്യലായിട്ടൊന്നും കോൺടാക്ട് ചെയ്തില്ല. പക്ഷെ ഡൊണറൂമയുടെ ആ ഒരു മനസ്സ് യുണൈറ്റഡിന് വേണ്ടി സൈൻ ചെയ്യണമെന്നാണ്. വരും മണിക്കൂർ മാത്രമേ നമുക്ക് അത് അറിയാൻ സാധിക്കുള്ളൂ, വരും ദിവസങ്ങൾ. ഇനി നമുക്ക് മറ്റൊരു ടോപ്പ് പേരാണല്ലോ റോഡ്രിഗോ. നിലവിൽ ഔട്ട് ഗോയിങ് ഒക്കെ നടക്കുന്ന സ്ഥിതിക്ക് എന്തായാലും ഒരു ഇൻകമിങ് തന്നെ സിറ്റിക്ക് വേണം. നല്ലൊരു വിങ്ങർ തന്നെ സൈൻ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നിലവിൽ നല്ലൊരു ടോപ്പ് ടാലന്റിന് വേണ്ടി തന്നെയാണ് സിറ്റി ശ്രമിക്കുന്നത്. അവർ ഒഫീഷ്യലായിട്ട് തന്നെ ഫാബ്രിസോ റൊമാനൊക്കെ കൺഫേം ചെയ്തിട്ടുണ്ട്. ഇന്റർണൽ ടോക്കൊക്കെ നടക്കുന്നുണ്ട് റോഡ്രിഗോയുടെ ഏജന്റുമായിട്ട്. അപ്പൊ ഈ ഒരു സമ്മറിൽ റയൽ മാഡ്രിഡ് വിൽക്കാൻ വെച്ചൊരു പ്ലെയറാണ് റോഡ്രിഗോ. 100 മില്യനൊക്കെ ചോദിച്ചു. നെഗോഷിയേറ്റ് ചെയ്താൽ ചിലപ്പോൾ കുറയാനും സാധ്യതയുണ്ട് ആ ഒരു ഡീല്. പക്ഷെ റോഡ്രിഗോയ്ക്ക് റയൽ മാഡ്രിഡ് വിടാൻ താല്പര്യമില്ല. ആ ഒരു സ്നേഹത്തിന്, ഒരു ഇഷ്കിന് ഒരു കുറവും റോഡ്രിഗോയ്ക്ക് വന്നിട്ടില്ല. ഒരു ഫൈറ്റ് ബാക്ക് ചെയ്ത് തൻ്റെതായിട്ടുള്ള ആ ഒരു സ്ഥാനം വീണ്ടെടുക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നതെന്നാണ് റോഡ്രിഗോയുടെ ഭാഗത്തു നിന്ന് വന്നത്. കാരണം ലിവർപൂളുമായിട്ടും ആഴ്സണലൊക്കെ ഒരുപാട് ലിങ്ക് ആയിരുന്നു റോഡ്രിഗോ ഈ ഒരു സമ്മറിൽ. ഇപ്പൊ നിലവിൽ ഇപ്പം സിറ്റി സ്ട്രോങ് ആയിട്ട് തന്നെ റോഡ്രിഗോ വേണ്ടി രംഗത്തുണ്ട്. ഇനിയിപ്പം റോഡ്രിഗോയുടെ സമ്മതം, സിറ്റി പ്രോജക്റ്റുമായി ചേരണോ വേണ്ടെന്ന് റോഡ്രിഗോയുടെ സമ്മതം അനുസരിച്ചിരിക്കും. റോഡ്രിഗോ ആണല്ലോ തീരുമാനമെടുക്കുന്നത്. നിലവിൽ റയൽ മാഡ്രിഡിന്റെ പക്ഷത്ത് നിന്ന് യാതൊരുവിധമായ തടസ്സവുമില്ല. നല്ലൊരു ഫീ ലഭിക്കുകയാണെങ്കിൽ റോഡ്രിഗോനെ വിൽക്കാൻ തന്നെയാണ് റയൽ മാഡ്രിഡ് തീരുമാനം എടുത്തിട്ടുള്ളത്. അപ്പൊ വരും ദിവസം നമുക്ക് അറിയാൻ സാധിക്കും റോഡ്രിഗോ ടു സിറ്റി ഡൺ ഡീലാകുമോ എന്ന്, ഇല്ലയോ എന്ന്. അപ്പൊ നമുക്ക് ഇനി അടുത്ത് ലിവർപൂളിനെ കുറിച്ച് പറയാം. എന്റെ ടീമായ ലിവർപൂളിനെ കുറിച്ച് ഹോട്ട് ടോപ്പിക് ആണല്ലോ ലിവർപൂൾ.
ലിവർപൂളിന്റെ 1 to 10 പ്രയോറിറ്റി അത് അലക്സാണ്ടർ ഇസാക്ക് തന്നെയാണ്. ഇസാക്ക് വാണ്ട്സ് ലിവർപൂൾ, ലിവർപൂൾ വാണ്ട്സ് ഇസാക്ക്. ഇപ്പോൾ ഡാവിൻ ഓയിൻസ്റ്റീനൊക്കെ പറയുന്നത് അനുസരിച്ച് ടെലിഗ്രാഫും അതുപോലെ തന്നെ മിററും അതുപോലെ തന്നെ ദി അത്ലറ്റിക് പറയുന്നു, ഇസാക്ക് ഇനി ന്യൂകാസിൽ യുണൈറ്റഡിന് വേണ്ടി ബൂട്ട് കെട്ടില്ല. ഇനിയിപ്പോ ട്രാൻസ്ഫർ വിൻഡോ കഴിഞ്ഞാലും ഇസാക്കിനെ വിൽക്കാൻ വിസമ്മതിച്ചാലും ഇനി ന്യൂകാസിൽ യുണൈറ്റഡിന് വേണ്ടി ഇസാക്ക് ബൂട്ട് കെട്ടില്ല എന്ന് ഇസാക്ക് അറിയിച്ചതായിട്ടാണ് അവര് പറയുന്നത്. കാരണം ഇസാക്കിന് ഇനി ന്യൂകാസിൽ യുണൈറ്റഡിന് വേണ്ടി കളിക്കണ്ട, ഇസാക്കിന് ലിവർപൂളിന് വേണ്ടി മാത്രം കളിച്ചാൽ മതി. ഇസാക്ക് പേഴ്സണൽ ടൈമൊക്കെ അംഗീകരിച്ച് വെർബൽ പ്ലേയേഴ്സ് സൈഡിൽ നിന്നും എല്ലാം ഡണ്ണായിട്ടുണ്ട്. ഇനിയിപ്പം ന്യൂകാസിൽ യുണൈറ്റഡ് ആണ് തീരുമാനിക്കുന്നത്. ന്യൂകാസിൽ യുണൈറ്റഡ് ആ ഡോർ തുറന്നാൽ മാത്രമേ ഇനിയിപ്പോ ലിവർപൂൾ രണ്ടും കൽപ്പിച്ചാണ്. ഇപ്പം ടീം ടാക്ക് ഒരു മഞ്ഞപത്രമാണ്, അവർ ചില പറയുന്നതൊക്കെ സത്യമാവാറുണ്ട്. ടീം ടാക്ക് പറയുന്നതനുസരിച്ച് രണ്ടാമതൊരു ബിഡിന് ലിവർപൂൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. 150 മില്യന്റെ ബിഡിന് തന്നെയാണ് ലിവർപൂൾ തയ്യാറെടുക്കുന്നത്. അപ്പൊ എന്തായാലും ന്യൂകാസിൽ യുണൈറ്റഡ് കൂടെ ഇനിയിപ്പോ ആ ഡോർ തുറക്കണം. ഞങ്ങൾ ഇസാക്കിനെ വിൽക്കാൻ വേണ്ടി പോവുകയാണ്, നിങ്ങൾ ഓഫറൊക്കെ സ്വീകരിക്കുന്നത് എന്നൊരു കാര്യം ന്യൂകാസിൽ യുണൈറ്റഡ് വെച്ചാൽ മാത്രമേ ലിവർപൂളിന് രണ്ടാമതൊരു ബിഡിന് വേണ്ടി ശ്രമിക്കാം, ബിഡ് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇപ്പൊ ന്യൂകാസിൽ യുണൈറ്റഡിന്റെ ഭാഗത്തുനിന്ന് ഒരു അറിയിപ്പും വന്നിട്ടില്ല. അപ്പൊ എന്തായാലും ഇസാക്ക് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, എന്തായാലും ന്യൂകാസിൽ യുണൈറ്റഡിന് വേണ്ടി ബൂട്ട് കെട്ടില്ല എന്ന്. ഇപ്പൊ ന്യൂകാസിൽ യുണൈറ്റഡ് ആണെങ്കിൽ 2-3 സ്ട്രൈക്കറുമായിട്ട് ലിങ്ക് ആയിട്ടുണ്ട്. നിക്കോളസ് ജാക്സൺ ആണ് പ്രയോറിറ്റി 1, പിന്നെ വിസയുമായിട്ട് അവസാന ഘട്ടത്തെ ചർച്ചയിലാണ്. അതുപോലെ തന്നെ പോർട്ടോയുടെ സ്ട്രൈക്കർ സുമ അഗേവ എന്ന് പറയുന്ന സ്ട്രൈക്കറുമായിട്ട് ന്യൂകാസിൽ യുണൈറ്റഡ് ലിങ്ക് ആയിട്ടുണ്ട്. അപ്പം ആ ഒരു ഡീലൊക്കെ നടക്കാൻ സാധ്യത, ആ ഒരു ഡീലൊക്കെ നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ ന്യൂകാസിൽ യുണൈറ്റഡ് ഇസാക്കിനെ ട്രാൻസ്ഫറിലേക്ക് വിടാൻ സാധ്യതയുണ്ട്. പക്ഷെ എങ്കിൽ പോലും ന്യൂകാസിൽ യുണൈറ്റഡ് ഇനി ഒരു ബൂട്ട് ന്യൂകാസിൽ യുണൈറ്റഡ് വേണ്ടി ബൂട്ട് കെട്ടില്ല എന്ന് തന്നെയാണ് ഇസാക്കിന്റെ അഭിപ്രായം എന്നാണ് എല്ലാ ജേർണലിസ്റ്റുകളും പറയുന്നത്. ഇനി ലിവർപൂളിന്റെ മറ്റൊരു പോയിന്റ് ആണല്ലോ സി ബിക്ക് വേണ്ടി പ്ലാൻ എയും പ്ലാൻ ബിയും ലിവർപൂളിന്റെ രംഗത്തുണ്ട്. മാർക്ക് ഗോഹിയും അതുപോലെ തന്നെ ജിയോവാനി ലിയോണി എന്ന് പറയുന്ന ഒരു യങ്സ്റ്റർ ഡിഫൻഡർ, പാർമയുടെ ഡിഫൻഡർ. ഇപ്പൊ ലിയോണിക്ക് വേണ്ടി 35 മില്യനാണ് പാർമ ചോദിക്കുന്നത്. നിലവിൽ AC മിലാൻ, ഇന്റർ മിലാൻ അതുപോലെ തന്നെ ജുവന്റസ് ഒക്കെ രംഗത്തുണ്ട് ഇറ്റാലിയിൽ നിന്ന് തന്നെ. അപ്പൊ നിലവിൽ ഓയിൻസ്റ്റീനൊക്കെ പറയുന്ന അനുസരിച്ച്, മിറർ ഫുട്ബോൾ അതുപോലെ തന്നെ ടീം ടോക്ക് ഒക്കെ പറയുന്ന അനുസരിച്ച് ലിവർപൂളിന് വേണ്ടി സൈൻ ചെയ്യാനാണ് ലിയോണിയുടെ താല്പര്യം. കാരണം ലിവർപൂൾ ഇതേപോലെ അപ്രീഷിയേറ്റ് മാത്രമല്ല മോണിറ്റർ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു ഇത്. ഇപ്പോൾ ഫസ്റ്റ് വൺ ചോയ്സ് മാർക്ക് ഗോഹി തന്നെയാണ്. ഗോഹി ഇതേപോലെ ക്രിസ്റ്റൽ പാലസ് വിളിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഈ ഒരു സമ്മർ. കാരണം അടുത്ത വർഷം അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് ഒക്കെ അവസാനിക്കുന്നതാണ്, അടുത്ത വർഷം ഫ്രീ ഏജന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമ്മർ വിറ്റ് പൈസ കൈക്കലാക്കാനാണ് ക്രിസ്റ്റൽ പാലസ് ശ്രമിക്കുന്നത്. നിലവിൽ ചെൽസിക്ക് ഒരു ഡിഫൻഡർ വേണം, അത് നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് പറയാം. അപ്പൊ നിലവിൽ ലിവർപൂളിന്റെ ഫസ്റ്റ് ഓപ്ഷൻ മാർക്ക് ഗോഹി, സെക്കൻഡ് ഓപ്ഷൻ പാർമയുടെ ഡിഫൻഡർ ലിയോണിയാണ്. അപ്പൊ ചിലപ്പോൾ രണ്ടുപേരെ സൈൻ ചെയ്താലും സൈൻ ചെയ്യും, രണ്ടുപേരെ സൈൻ ചെയ്യാൻ സാധ്യത ഉണ്ടെന്നൊക്കെ അറിയുന്നുണ്ട്. അപ്പൊ അത് വരുന്ന മണിക്കൂർ നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും ലിവർപൂളിന് ഒരു CB വേണം, അലക്സാണ്ടർ ഇസാക്ക് മറ്റൊരു പ്രയോറിറ്റി. ഇനി നമുക്ക് യുണൈറ്റഡിന്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ യുണൈറ്റഡിന്റെ മറ്റൊരു ഹോട്ട് ടോപ്പിക് ആണല്ലോ. യുണൈറ്റഡിന്റെ അകത്തൊരു ഹോട്ട് ടോപ്പിക് എന്ന് വെച്ചാൽ കാർലോസ് ബലേബ തന്നെയാണ്. നിലവിൽ ആമറിൻ ഡബിൾ ഹാപ്പിയാണ്, നല്ല ക്വാളിറ്റിയുള്ള സൈനിങ്ങളായിട്ടുണ്ട്. ഇനിയിപ്പോൾ ബലേബയുടെ സൈനിങ് നടക്കുകയാണെങ്കിൽ ട്രിപ്പിൾ ഹാപ്പി എന്ന് വേണം പറയാൻ. നിലവിൽ അവരുടെ സ്പോർട്ടിംഗ് ഡയറക്ടറായ ജെയ്സൺ വിൽകോക്സ് പൂർണ്ണമായിട്ടും ബലേബയ്ക്ക് വേണ്ടി പോകാനാണ് തീരുമാനം എടുത്തിട്ടുള്ളത്. അപ്പം ദ സ്റ്റാൻഡേർഡ് പറയുന്ന ബലേബയ്ക്ക് വേണ്ടി ഒരു പ്ലെയർ പ്ലസ് ക്യാഷിന്റെ ഒരു ഡീല്, ഒരു ഓഫർ വച്ചു. അത് ബ്രൈറ്റൺ നിരസിച്ചതായിട്ട് അവർ പറയുന്നുണ്ട്. കോലിയറും പ്ലസ് ക്യാഷുമാണ് വച്ചിട്ടുള്ളത്. പക്ഷെ അത് ബ്രൈറ്റൺ നിരസിച്ചു. ബ്രൈറ്റന് 115 പൗണ്ട്സിന്റെ ആ ഒരു ഓഫർ തന്നെ വേണമെന്നാണ് ബ്രൈറ്റന്റെ തീരുമാനം. പക്ഷെ ബ്രൈറ്റന് മനസ്സില്ല ബലേബനെ ഈ ഒരു സമ്മറെ വിൽക്കാൻ. പക്ഷെ ബലേബയ്ക്ക് സമ്മതമുണ്ട്, യുണൈറ്റഡുമായി ചേരണമെന്നും യുണൈറ്റഡിന് വേണ്ടി കളിക്കണമെന്നും ബലേബയ്ക്ക് സമ്മതമുണ്ട്. പേഴ്സണൽ ടൈമൊക്കെ ഒരു വിലങ്ങുതടിയുമല്ല. അപ്പൊ നിലവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് രണ്ടും കൽപ്പിച്ചതാണ് ബലേബയ്ക്ക് വേണ്ടി. കാരണം ഈ ഒരു സമ്മർ സൈൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അടുത്ത സമ്മർ അതൊരു ഡിഫിക്കൽട്ട് സൈനിങ് ആയിപ്പോകും. കാരണം ചിലപ്പം റയൽ മാഡ്രിഡോ സിറ്റിയോ ചിലപ്പോൾ ലിവർപൂളോ ചെൽസിയോ ഈ ബലേബയ്ക്ക് പോലത്തെ ഒരു ടോപ്പ് ടാലന്റിന് വേണ്ടി രംഗത്ത് വന്നാൽ അപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ആ ഒരു വലിയൊരു കോമ്പറ്റീഷനായി മാറും. ഈ ഒരു സമ്മർ തന്നെ സൈൻ ചെയ്യാനാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ശ്രമിക്കുന്നത്. അതിനുവേണ്ടി തന്നെ രണ്ടും കൽപ്പിച്ചെന്ന് വേണം പറയാൻ. ഇനി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മറ്റൊരു ഇതെന്ന് വെച്ചാൽ ഗോൾ കീപ്പർ സിറ്റുവേഷൻ ആണ്. ഗോൾ കീപ്പർ ഇപ്പം ആൻഡ്രോപ്പിന്റെ ലാമൻസ് തന്നെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ടോപ്പ് പ്രയോറിറ്റി ആയിട്ട് വച്ചിട്ടുള്ളത്. പക്ഷേ ഒരു എക്സ്പീരിയൻസും അതുപോലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഗോൾ കീപ്പറും വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഡൊണ്ണുറാമയ്ക്ക് വേണ്ടി പോകേണ്ടി വരും.
ഡൊണാറൂമ ഇതേപോലെ PSG ഉടക്കി നിൽക്കുകയാണല്ലോ. നിലവിൽ മിറർ ഫുട്ബോൾ പറയുന്ന അനുസരിച്ച് അദ്ദേഹത്തിന് ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി സൈൻ ചെയ്യണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. അപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ തീരുമാനം അനുസരിച്ചിരിക്കും ഇപ്പോൾ യങ്ങസ്റ്റ് ആയിട്ടുള്ള ഗോൾ കീപ്പറിന് വേണ്ടി പോകണോ, എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഗോൾ കീപ്പറിന് വേണ്ടി പോകണമോ എന്ന്. അപ്പോൾ വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. അപ്പോൾ നിലവിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ആമോറിമും അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകർക്ക് ഡബിൾ ഹാപ്പിയാണ് എന്ന് വേണം പറയാൻ. ഇപ്പോൾ കാർലോസ് ബലേബയുടെ ആ ഒരു ഡീൽ നടക്കുകയാണെങ്കിൽ ട്രിപ്പിൾ ഹാപ്പിയാണ്. ഇനി നമുക്ക് ചെൽസിയിലോട്ട് പോവുകയാണെങ്കിൽ ചെൽസി ഇതേപോലെ ഗർനാച്ചോയുടെ അവസാനഘട്ട പരിശ്രമിച്ചതാണ്. ഗർനാച്ചോ ഡീല് ഡൺ ചെയ്യാനുള്ള ഡീലാണ് ഉള്ളത്. നിലവിൽ 40 മില്യൺ ഒരു ഫെയർ ഫീ ആണ് ചെൽസി ഉദ്ദേശിക്കുന്നത്. പക്ഷേ യുണൈറ്റഡ് 50 മില്യൺ ആണ് ചോദിക്കുന്നത്. അപ്പൊ അതിനകത്തുള്ള ഒരു ഡീൽ നടക്കാനുള്ള സാധ്യത, വരും മണിക്കൂർ ആ ഒരു ഡീൽ നടക്കും. അതുപോലെ തന്നെ ജാവി സിമൻസിന് വേണ്ടി ഒരു സ്വാപ്പ് ഡീലൊക്കെ ചെൽസി ശ്രമിക്കുന്നുണ്ട്. എൻകൂനുവിനെ തിരികെ കൊടുത്ത് ജാവി സിമൻസിനെ സൈൻ ചെയ്യാനൊക്കെയാണ് ചെൽസി ശ്രമിക്കുന്നത്. പക്ഷേ നിലവിൽ ഫാബ്രിസോ റൊമാനിക്ക് പറയുന്നതനുസരിച്ച് എൻകൂന് ഒരു സെപ്പറേറ്റ് ഡീലിനാണ് ശ്രമിക്കുന്നത്. ജാവി സിമൻസ് സെപ്പറേറ്റ് ഡീലാവാനാണ് സാധ്യത എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ചെൽസി അനുസരിച്ച് ചെൽസിയുടെ ആ ഇത് അനുസരിച്ച് നോക്കിയാൽ ചെൽസിക്ക് ഒരു CBയും കൂടെ വേണം. ഇതേപോലെ തന്നെ മാർക്ക് ഗൂഹി പഴയ താരത്തിനെ റീസൈൻ ചെയ്യാനും ചെൽസി ശ്രമിക്കുന്നുണ്ട്. ഇതേപോലെ ക്രിസ്റ്റൽ പാലസ് വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. നിലവിൽ ലിവർപൂളും ചെൽസിയാണ് മാർക്ക് ഗേഹിക്ക് വേണ്ടി രംഗത്തുള്ളത്. അപ്പൊ ആ ഒരു ഡീല് ചിലപ്പോൾ നടക്കുകയില്ലെന്ന് വരും ദിവസം മാത്രമേ അറിയാൻ സാധിക്കൂ. കഷ്ടിച്ചിന് ഒരു 20 ദിവസം മാത്രമേ ട്രാൻസ്ഫർ മാർക്കറ്റിന് ആയുസുള്ളൂ. അപ്പൊ ഇനി നമുക്ക് ആഴ്സണലിലോട്ട് പോവുകയാണ്. ആഴ്സണൽ ഇതേപോലെ എന്നാലൊരു വിങ്ങറിന് ആഴ്സണലിന് വേണം. നിലവിൽ ലുക്മാന് വേണ്ടി ഒരു 45 മില്യൺ ഓഫറിന് വേണ്ടി ആഴ്സണൽ ശ്രമിക്കുന്ന വാർത്തകൾ സ്കൈ സ്പോർട്സ്, ദ സൺ റിപ്പോർട്ട് ചെയ്തതായിട്ടൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പേര് എബ്രിസെ എസെ തന്നെയാണ്. എബ്രിസെ എസയും ഇതേപോലെ പാസ് ടൈമൊക്കെ അംഗീകരിച്ചു. ഇപ്പൊ പക്ഷെ ആള് ഫ്രസ്ട്രേറ്റഡ് ആണ്. കാരണം ആഴ്സണലിന്റെ പക്കൽ നിന്ന് ഒരു മൂവ്മെന്റും എസയ്ക്ക് വേണ്ടി നടത്തുന്നില്ല എന്നാണ് തോന്നുന്നത്. ഇപ്പം നിലവിൽ നോക്കിയാൽ സ്പേഴ്സ് ഹൈജാക്കാനുള്ള അവസരം കാത്തു നിൽക്കുകയാണ്. നിലവിൽ ഈ വരുന്ന വെള്ളിയാഴ്ച വരെ ആണ് അദ്ദേഹത്തിന്റെ ആ ഒരു റിലീസ് ക്ലോസ് ആയുസുള്ളത്. കാരണം അത് കഴിഞ്ഞ് ആ ഒരു റിലീസ് ക്ലോസ് എക്സ്പയർ ആവും. 65 മില്യൺ 68 മില്യൺ ആണ് അദ്ദേഹത്തിന് വേണ്ടി റിലീസ് ക്ലോസ് ക്രിസ്റ്റൽ പാലസ് വച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു 15-ാം തീയതി ഈ ഒരു വെള്ളിയാഴ്ച വരെയാണ് അതിന്റെ ആയുസ്. അതിനു മുമ്പ് സ്പേഴ്സ് ഹൈജാക്കാനാണ് ശ്രമിക്കുന്നത് എസെനെ. ചിലപ്പം എസെയും സമ്മതം മൂളിയാലും മൂളും. ആഴ്സണലിന്റെ പക്കം നിന്ന് ഒരു വിധത്തിലുള്ള ഒരു നീക്കങ്ങളും എസയ്ക്ക് വേണ്ടി നടത്തുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് എസെ ഫ്രസ്ട്രേറ്റഡ് ആണ്. അപ്പൊ ആ ഒരു ഡീല് ചിലപ്പം സ്പേഴ്സ് ഹൈജാക്ക് ചെയ്യുമെന്നാണ് തോന്നുന്നത്. കാരണം ആഴ്സണൽ ഇപ്പോഴും നിലവിൽ നോക്കുകയാണെങ്കിൽ ട്രാൻസ്ഫറിന്റെ ആ ഒരു ഇതൊന്നും വളരെയധികം നീക്കങ്ങളൊന്നും നടക്കുന്നില്ല ട്രാൻസ്ഫർ മാർക്കറ്റിൽ. അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫർ മാർക്കറ്റ് നടക്കുന്നത്. ടോപ്പ് ക്ലബ്ബുകൾ തന്നെയാണ് പ്ലേയേഴ്സിനെ സൈൻ ചെയ്യാൻ വേണ്ടി ട്രാൻസ്ഫർ മാർക്കറ്റ് രംഗത്തുള്ളത്. വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കൂ. വരും മണിക്കൂറുകൾ ചിലപ്പോൾ സൈനികളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരിക്കും നമസ്കാരം.